മനസ്സിലാക്കിയില്ല എന്നതാണ്. രണ്ടാമത്തെ കാരണം, കോടാനക്കോടിക്കണക്കിന് മനുഷ്യന്മാർ ഈ ഭൂമിയിൽ വന്ന് അവർ കുടുംബമായി ജീവിച്ച് മരണപ്പെട്ടു പോയി. കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ചില അസ്വസ്ഥതകൾ പലയിടത്തും ഉണ്ടാവും. കോടിക്കണക്കിന് മനുഷ്യന്മാരാകുമ്പോൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ഈ അസ്വസ്ഥതകളെ ലേഖനമാക്കി, അതിനെ കഥയാക്കി, അതിനെ നോവലാക്കി, അതിനെ സിനിമയാക്കി, അതിനെ സീരിയലാക്കി, അതിനെ പാട്ടാക്കി അവതരിപ്പിച്ചിട്ട് ലോകത്ത് മൊത്തം ഇങ്ങനെ തന്നെയാണ് എന്ന് വരുത്തി തീർത്തു. അത് കുട്ടികളെ സ്വാധീനിച്ചു. അപ്പൊ കുട്ടികൾക്ക് തോന്നി ലോകത്ത് മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് എന്ന് തോന്നി. സത്യത്തില് ഈ ഇരിക്കണ നമ്മളെല്ലാരും കുടുംബമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ല. പിന്നെ കുടുംബം അല്ല എന്ന് വിചാരിക്ക, എന്നാലും ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ കോടാനക്കോടി മനുഷ്യന്മാർ ലോകത്ത് കുടുംബമായി ജീവിക്കുന്നതിൽ 1-2% മാത്രം കാണുന്ന പ്രശ്നങ്ങളെ ലേഖനവും നോവലും സമരവും കഥയും സിനിമയും സീരിയലുമാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്ന് വരുത്തി തീർത്തതാണ് രണ്ടാമത്തെ പ്രശ്നം. എന്താ പരിഹാരമാർഗം? പരിഹാരമാർഗം കുടുംബം വേണ്ടെന്നൊക്കലല്ല, എങ്ങനെ കുടുംബമായിട്ട് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കലാണ്. കുടുംബമായി ജീവിക്കാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ആണുങ്ങളാണ് കേൾക്കുന്നത്, ഇതെന്തായാലും സ്ത്രീകളും കേൾക്കുന്ന ഉറപ്പാണ്. കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് ലൈംഗിക വിജയമാണ്. ബാക്കിയുള്ളതൊക്കെ അണ്ണാച്ചിയും പെണ്ണുങ്ങളും കൂടി റോഡ് സൈഡിൽ കൂടെ ക്യാബിന് കുഴി ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരത്ത് പോലെ തല്ലൂടിന് കണ്ടാൽ നമുക്ക് തോന്നും ഇവര് നാളെ എന്തായാലും സേലത്തേക്ക് വണ്ടി കയറാൻ സാധ്യത ഉണ്ട്, ഇനി ഇവിടെ നിൽക്കൂല. രാത്രി ഏതെങ്കിലും പീഡിയക്കൊലയുമ്പോൾ ഓലെ ഒന്ന് കടന്നിറങ്ങിങ്ങാണ്ട് രാവിലെ നീച്ച് വരുമ്പോൾ പിന്നെയും അപ്പളയും പുതിയ എണ്ണമായിട്ടുണ്ടാവും. കുടുംബജീവിതത്തിന്റെ വിജയം ലൈംഗികതയുടെ വിജയമാണ്. എന്നാൽ മനുഷ്യനല്ലാത്ത എല്ലാ ജീവികൾക്കും ലൈംഗിക ബന്ധം എങ്ങനെയാണെന്ന് ജന്മന അറിയും. പക്ഷേ മനുഷ്യന് മാത്രം അത് പഠിക്കേണ്ടതുണ്ട്. ആരെ പഠിപ്പിച്ചത്? ആരെ പഠിച്ചത്? നമുക്കാരാ പഠിപ്പിച്ചത്? ആരെ പഠിപ്പിച്ചത്? ആരെ പഠിച്ചത്? അതൊരു വിഷയം തന്നെയല്ലേ? ഇതൊരു വിഷയം തന്നെയാണ്. കുടുംബജീവി ബാക്കി എന്നും ബിരിയാണി ഉണ്ടായി, ലൈംഗിക ബന്ധം സുഖകരം അല്ലെങ്കിൽ ഒരു കാര്യം ആ ബിരിയാണി കൊണ്ടില്ല. എന്നും മന്തിയാണ്, ചിക്കൻ മന്തി. ലൈംഗിക ജീവിതം വിജയമല്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. കുടുംബജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിന്റെ വിജയമാണ്. ആരും പഠിച്ചില്ല, ആരും പഠിപ്പിച്ചില്ല. എവിടെയെങ്കിലും ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒക്കൊപ്പം എല്ലാവർക്കും അറിയണമല്ലേ എന്ന് തീരുമാനിച്ചിട്ട് കുട്ടികളെ പറഞ്ഞയച്ചില്ല. ഇതിപ്പോ എന്തായാലും വാപ്പാരുമാരും കേൾക്കുമല്ലോ. നിർബന്ധമായും നമ്മളെന്തായാലും ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും പഠിക്കട്ടെ എന്ന് തീരുമാനിക്കണം. വളരെ പ്രധാനമാണ്. മനുഷ്യന് ഒരു വിഷയവും പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. ലൈംഗിക ബന്ധം അങ്ങനെ തന്നെയാണ്, പഠിക്കാതെ ചെയ്യാൻ കഴിയില്ല. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൈംഗിക ബന്ധവുമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 8 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കുടുംബജീവിതത്തിൽ ബാക്കി എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല. ഫോർച്യൂണർ മുറ്റത്ത് നിൽക്കുന്നുണ്ട്, അങ്ങാടി പോയി വരാന് ഇന്നോവ വേറുണ്ട്, അതുകൊണ്ടൊന്നും കുടുംബജീവിതം നിലനിൽക്കൂല. 3800 സ്ക്വയർ ഫീറ്റ് ഉള്ള പേരുണ്ട്, അതുകൊണ്ട് നിൽക്കൂല. ലൈംഗിക ജീവിതം സുഖകരമാണോ? പീഡിയക്കൊലയുമേ ഒരു ടാർപ്പായി ഉണ്ടായാലും കുടുംബജീവിതം നിലനിൽക്കും. കുടുംബജീവിതം നിലനിർത്തുന്നതിന്റെ അടിസ്ഥാനം ലൈംഗിക ജീവിതമാണ്. ആരും പഠിപ്പിച്ചില്ല, ആരും പഠിച്ചില്ല. ചോദിക്കാൻ പാടില്ല എന്ന് നമ്മളെ തീരുമാനം. നമ്മളെ കുട്ടി, ചെറിയ കുട്ടി, പെണ്ണുങ്ങൾക്ക് 2ാമത്തെ കുട്ടി ഉണ്ടായി. അപ്പം കുട്ടീനെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച് പ്രസവമൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പെരയിലെത്തി. ഉമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ മൂത്ത കുട്ടി, 5 വയസ്സുള്ള കുട്ടി, ഇങ്ങനെ മെല്ലെ ആരുമില്ലാത്ത സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഉമ്മ, കുഞ്ഞിവാവാനെ എവിടുന്ന് കിട്ടിയതാണ് എന്ന് ചോദിക്കും. എന്താണ് ആ കുട്ടി ചോദിക്കുന്നത്? ലൈംഗിക വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ചിട്ടയായ അന്വേഷണമാണ് ആ കുട്ടി നടത്തുന്നത്. ഉമ്മ അപ്പം എന്താ പറയാ? അത് ഉമ്മക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്താ വിചാരിക്കുക? ഇതേമാതിരി പണ്ടുന്ന ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ് എന്നല്ലേ? ആ കുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്കതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എങ്ങനെ പറഞ്ഞു കൊടുക്കാം? മോനെ, അത് ഞാനും എൻ്റെ അപ്പിയൊക്കെ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണേ കണ്ടില്ലേ? അതേമാതിരി ഉമ്മാൻ്റെ കുട്ടി വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ
ഇമ്മാന്റെ പള്ളങ്ങനെ പൊന്തി നിൽക്കണ കണ്ടില്ലേ, അതിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അത് ഉമ്മ പാത്തുന്ന സ്ഥലത്ത് കൂടെ പ്രസവിച്ചതാന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആകാശം പൊളിഞ്ഞു കിടുകയാണെങ്കിൽ അതിങ്ങോട്ട് ചാടട്ടെ, നമുക്ക് വല്ല തൂണെന്തേലും കൊടുത്തുങ്ങാണ്ട് നിർത്താം. നോണ പറഞ്ഞുങ്ങാണ്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ കുട്ടി ഉമ്മാനോടല്ലാതെ വേറെ ആരോടാ ചോദിക്കുക? ഇമ്മ അത് പറഞ്ഞു കൊടുത്തില്ല. ഒറിജിനൽ സ്രോതസ്സിൽ നിന്ന് ലഭിക്കാൻ വഴിയില്ലാത്തതിനാൽ ഒറിജിനൽ അല്ലാത്ത സ്രോതസ്സിൽ നിന്ന് അവൻ അന്വേഷിച്ചു. ആ അന്വേഷണത്തിൽ വഴിതെറ്റി. ലൈംഗികത വഴിതെറ്റിയതല്ലാതെ എന്താ ഇന്നത്തെ നമ്മളെ പ്രശ്നം? ഇന്നത്തെ മൊത്തം പ്രശ്നം ലൈംഗികത വഴിതെറ്റിയതല്ലേ? ഒറിജിനൽ സ്രോതസ്സിൽ ഈ കുട്ടി അന്വേഷിച്ചിട്ടില്ലേ? പറഞ്ഞു കൊടുക്കാത്തതല്ലേ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് തിരിയുന്ന ഭാഷയിൽ അന്നത് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ അതിന്റെ അനുബന്ധ കാര്യങ്ങൾ പിന്നെ കുട്ടി ചിട്ടവായ രൂപത്തിൽ പഠിച്ചുണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ കുടുംബജീവിതം പഠിപ്പിക്കണം. വലിയവരും പഠിക്കേണ്ടത് തന്നെയാണ്, കുട്ടികളും പഠിക്കേണ്ടത് തന്നെയാണ്. ഇതിപ്പോ നമ്മൾ പ്രീ മാരിറ്റിലാണ് നടത്തുന്നത്, വേണ്ടത് തന്നെയാണ്. പ്രീ മാരിറ്റൽ നടത്തണം, സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കോഴ്സ് നടത്തണം, എല്ലാവരും മക്കളെ പഠിപ്പിക്കണം, അതിൽ പറഞ്ഞേക്കണം. എനിക്കൊരു അഭിപ്രായം ഉണ്ട്, പ്രീ മാരിറ്റൽ വളരെ ഭംഗിയായിട്ട് ഒരു ഘട്ടം പൂർത്തിയാക്കട്ടെ, പോസ്റ്റ് മാരിറ്റലും നടത്തണം. കാരണം ഈ പറയുന്ന പല കാര്യങ്ങളും അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പല വിഷയങ്ങളും കല്യാണത്തിന് മുമ്പ് മനസ്സിലാവൂല. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അനുഭവിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ തിരുത്താൻ പറ്റും. ഞാനൊരു കാര്യങ്ങളോട് പറയാം. ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞത് ഇബാദത്താണല്ലോ. എല്ലാവർക്കും അറിയാലോ ഇബാദത്തിന് കൂലിട്ടണം, പിന്നെ ഇബാദത്തിന് അള്ളാഹുവിന്റെ അടുത്ത് കൂലിട്ടുന്ന്. ഇബാദ് മനസ്സിലുണ്ടോന്ന് അറിയില്ല. അതായത് ഇസ്ലാമിലെ നിക്കാഹ് ഇബാദത്താണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ 4 ഹുക്കുമുകൾ നിക്കാഹുമായി ബന്ധപ്പെട്ട് വരും. 1 സുന്നത്ത്, 1 വാജിബ്, 2 സുന്നത്ത്, 3 ഹലാല്, 4 ജായിസ്, 5 ഹറാം. 5 ഹുക്കുമുകളും വരും. ശരീഅത്തിൽ 5 ഹുക്കുമ് നിക്കാഹുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 1 വാജിബ്, നിക്കാഹ് വാജിബാവുന്ന ഘട്ടമുണ്ട്. 2ാമത്തെ നിക്കാഹ് സുന്നത്ത്. അതാണ് നിരുപാധികം എല്ലാവർക്കും ഉണ്ടാകുക, സുന്നത്തായതാണ്. നിക്കാഹ് സുന്നത്താണ്. സുന്നത്തുൽ മുഅക്കദ, ശക്തമായ സുന്നത്താണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, 1 സുന്നത്ത് കേട്ടോ, 2ാമത്തത് ഹലാല്, 3 ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. 4 സുന്നത്താണെന്ന് വിചാരിച്ച ആൾക്കാരുണ്ടാവും. അത് തെറ്റാണ്. സുന്നത്ത് എത്രയേ ഉള്ളൂ? സുന്നത്ത് 1. 1 സുന്നത്ത്, 2 ഹലാല്, 3 ഹലാല്, 4 ഹലാല്, 5 ഹറാമ്. അങ്ങനെയാണ്. വാജിബാവുന്ന ഘട്ടമുണ്ട്. അതെവിടെയെന്ന് ഇപ്പൊ ഇവിടെ പറയണില്ല. വാജിബാവുന്ന സന്ദർഭമുണ്ട്. നിരുപാധികം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിക്കാഹിന്റെ ഹുക്കുമ് സുന്നത്താണ്. അതുകൊണ്ട് എല്ലാവർക്കും സുന്നത്താണ്. പക്ഷെ ആ സുന്നത്ത് 1. 2ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ, 3ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ, 4ാമത്തത് ഹലാലാവും ആവശ്യമുണ്ടെങ്കിൽ, 5ാമത്തത് ഹറാമുമായി മാറുന്നതാണ്. അപ്പൊ 5 ഹുക്കുമുകളും ബാധകമാകുന്ന, ശരീഅത്തിന്റെ 5 ഹുക്കുമുകളും ബാധകമാകുന്ന ഒരു ഇബാദത്താണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിക്കാഹ് ഒരു ഇബാദത്താണെങ്കിൽ നിക്കാഹിന് കൂലി കിട്ടാൻ നിയ്യത്ത് വേണ്ടി വരുമല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തെന്ന് എല്ലാവർക്കും അറിയണ ഹദീസാണല്ലോ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തെന്ന് എല്ലാവർക്കും അറിയും. കാരണം ഈ നാട് പഴയ കാലം മുതലേ ദർസുള്ള നാടാണ്. അത്യാവശ്യം റിയാദുസ് സാലിഹിൽ 4 പാഠം എല്ലാവരും ഓതിയിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടാവും, ഈ നാട്ടിലുണ്ടാവും. എൻ്റെ മൂത്താപ്പ ഇവിടെ ഈ പള്ളിക്ക് ദർശെടുത്തിട്ടുണ്ട്. മൊയ്തീൻ കുട്ടി ബാക്കവി കുളത്തൂര് എൻ്റെ മൂത്താപ്പയാണ് ഈ പള്ളിയിൽ ദർശെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നാട് പഴയ കാലം മുതൽ ദർശുണ്ടായിരുന്ന നാടാണ്. അത്യാവശ്യം 10 പേജും റിയാദുസ് സാലിഹിന്ന് 4 ബാബും അതുക്കിയെന്ന് 8 ബൈത്തും ഓതിയരന്നെ ഇരിക്കണ മിക്കവാറും ആൾക്കാരെന്ന് എനിക്കറിയാം. റിയാദുസ് സാലിഹ് 1ാമത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഒരമൽ സഹിയാവണമെങ്കിൽ, അതിന് കൂലി ലഭിക്കണമെങ്കിൽ നിയ്യത്തുണ്ടായിരിക്കണം. അവിടെ സിഹത്ത് എന്നുള്ളതിനൊരു വിശദീകരണം ഉണ്ട്. പൊതുവേ പറയുമ്പോൾ എല്ലാ അമലിനും നിയ്യത്ത് വേണമെന്നേ ഉള്ളൂ. പക്ഷെ നിയ്യത്തില്ലാതെ സഹിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കച്ചവടം നിയ്യത്ത് വേണമെന്നൊന്നുമില്ല. നിക്കാഹ് സഹിയാവാൻ നിയ്യത്ത് വേണ്ട, ത്വലാഖ് സഹിയാവാൻ നിയ്യത്ത് വേണ്ട, കൂലി കിട്ടാൻ നിയ്യത്ത് വേണം. എന്നാൽ ഈ ഇരിക്കണയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് 99% ആൾക്കാരും പെണ്ണിട്ടവരാണ്. നമ്മളെന്താ നിയ്യത്ത് വെച്ചിരുന്നത്? ഇല്ലെങ്കിൽ പുതിയ തലമുറയെങ്കിലും ഒന്ന് നിയ്യത്ത് വെക്കട്ടെ. അതിന് ഓലൊക്കെ നമ്മളൊന്ന് പഠിപ്പിച്ചൂടെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, ഇനിയിപ്പോ എന്താ കാട്ട് പഠിച്ചോനേന്ന്. അതിനിപ്പോ നമ്മൾ ബിസ്മി മറന്ന മാതിരത്തെ ഒരു പണിയുള്ളൂ. ബിസ്മി മറന്നാ എന്താ ഇട്ടുക? ഒരു കയ്യിൽ ചോറും കൂടി ഇട്ടുങ്ങാണ്ട് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് എല്ലിങ്ങാണ്ട് തിന്നുക എന്നുള്ളതാണ് അതിന്റെ പരിഹാര മാർഗം. അപ്പൊ ഇനിയിപ്പോ എന്താ കാട്ടുകയെന്ന് ചോദിച്ചാൽ, ഇനിയിപ്പാണ് നിയ്യത്ത് വെക്കന്നെ പഠിച്ചോനെ
ഞാനിപ്പോൾ അന്ന് പെണ്ണിട്ടപ്പോൾ ഈ സാലിം വയസ്സിലെ വയതോട്ട് കേട്ടതുമില്ല. അത് പടച്ചോനെ നിന്റെ റിളാഇന് വേണ്ടി ഇബാദത്ത് എന്ന നിലയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി തന്നെയാണ് എന്ന് ഇപ്പണ് കരുതുക എന്നുള്ളത് ഇനിയിപ്പോൾ അതിന് പരിഹാര മാർഗ്ഗമുള്ളൂ. പക്ഷെ നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കാലോ. ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും. കുടുംബജീവിതം ഇങ്ങനെ കൊളായതിന്റെ പിന്നിൽ അതിന്റെ ലക്ഷ്യം തെറ്റിയത് പ്രധാനമാണ്. നീയത്ത് തെറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ നീയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് നീയത്ത് പഠിപ്പിക്കണം. വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേ സമയത്ത് ഇന്ന് വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം ഞമ്മക്കൊരു 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടട്ടോ എന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കുട്ടികളില്ലാത്തതിന്റെ എണ്ണം കൂടുന്നതിന് പല കാരണമുണ്ട്. ഒരു കാരണം കുട്ടികൾ വേണ്ട എന്ന് പണ്ട് തീരുമാനമെടുത്തു എന്നതാണ്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് അനുകൂലമായ ഹോർമോണുകൾ നിർവീര്യമാവും. ഹോർമോണുകൾ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങളോട്. നല്ല ഒരു നമ്മളെ ഇതുണ്ടല്ലോ മരപ്പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി, പച്ച വാളംപുളി കണ്ടിട്ടില്ല എല്ലാവരും? ഇങ്ങനെ വളഞ്ഞ പുളി മരത്തമുണ്ടാകണേ നല്ല ഒരു പച്ച വാളംപുളി എല്ലാവരും എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും ദേശം മുളകും പൊടി ഇട്ടിട്ട് അതിലൊന്നിങ്ങനെ ഒരതിയിട്ടാവുന്നിങ്ങനെ കടിച്ചു നോക്കാണ്. തൊള്ളയിൽ കൂടി ഒരു സാധനം വന്നില്ലേ, അതിന്റെ പേരാണ് ഹോർമോൺ. ചിന്തകൾക്കനുസരിച്ച് ഹോർമോൺ ഉണ്ടാവും. ഇത് നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി. ചിന്തക്കനുസരിച്ച് ഹോർമോൺ നിർവീര്യമാവും. കുട്ടികളുണ്ടാകാത്തതിന് ഒരുപാട് കാരണമുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തൽക്കാലം നമുക്കൊരു 5 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. പുതിയ തലമുറയെങ്കിലും അങ്ങനെ തീരുമാനിക്കാതിരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം എന്താണ്, ലൈംഗിക ജീവിതം എന്താണ് അതിന്റെ ഉദ്ദേശങ്ങൾ, എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ട തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിരിക്കണം. കാരണം പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കൊളന്തോണ്ട് എന്ന് പറഞ്ഞതാണ്. ശൈത്താന് പല പരിപാടി ഉണ്ട് എന്നാണ്. തൽബീസ് ബിലീസിൽ ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, പിശാചിന്റെ സിംഹാസനം ബഹറിലാണ്, കടലിലാണ്. അതൊരു ഹദീസുമാണ്. പിശാചിന്റെ സിംഹാസനം കരയിലല്ല, പിശാചിന്റെ സിംഹാസനം ബഹറിലാണുള്ളത്, കടലിലാണുള്ളത്. കടലിൽ ഇരുന്നു കൊണ്ട് ലോകത്താകമാനം തന്റെ സിങ്കിടികളെ പറഞ്ഞയച്ച് നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ പിശാച് അവന്റെ അനുയായികളുടെ, പ്രധാനപ്പെട്ട അനുയായി ശൈത്താൻ്റെത് മക്കൾ തന്നെയാണ്. പ്രധാനപ്പെട്ട അനുയായി എന്നുള്ളത് മക്കൾ തന്നെ. കാര്യം മക്കളുടെ യോഗം വിളിക്കുന്നതാണ് എന്നും രാത്രിയിൽ. അങ്ങനെ മൂത്ത മകനോട്, അത് കുറച്ച് രസകരമായി പറയട്ടോ. മൂത്ത മകനോട് ചോദിക്കും, മോനെ ചെറുക്ക ഇജിന്ന് രാവിലെ എവിടേക്ക് പോയിന്ന് ചോദിക്കും. അപ്പൊ മൂത്ത മകൻ പറയും, ഞാനിപ്പോ ആ വെട്ടിച്ചെറന്ന് ഒരു ചെങ്ങായി ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ചെന്ന് ഓൻ്റെ ഒപ്പം കൂടി. അങ്ങനെ ഓൻ്റെ യാത്രയപ്പ് പറയലിലും ഓനെ കാണാൻ വരുന്ന ആൾക്കാരെ നേരാക്കണയിലൊക്കെ അങ്ങനെ ഇടപെട്ട് അങ്ങനെ ഏതായാലും ഞാൻ ഓൻ്റെ ഒപ്പം എയർപോർട്ട് വരെയാണ് പോയി. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറിയപ്പോത്തിന് ഏതായാലും ഓൻ്റെ ഉംറ ഫസാദാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇഞ്ഞോ ഉംറ കഴിഞ്ഞിങ്ങോട്ട് എത്തേണ്ട ആവശ്യമുള്ളൂ. സംഗതി നാട്ടിലേക്ക് ഓൻ അപ്പം തന്നെ ഓരിച്ചു കൊടുക്കുന്ന കോലത്തിൽ സംഗതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാപ്പ പറയും മകനോട്, ചെറുക്ക അതുകൊണ്ടൊന്നും കാര്യമില്ല, ഉംറക്കൊക്കെ പോയിക്കോട്ടെ, പോയി വന്നോട്ടെ എന്ന് പറയുന്നതാണ്. കാരണം ഉംറ സ്വീപ്പാക്കലൊന്നും ശൈത്താൻ അത്ര വലിയൊരു കാര്യമല്ല. അത് ശൈത്താൻ സ്വീപ്പാക്കാതെ തന്നെ ആയിക്കോളും എന്നുള്ളതാണ് കാരണം. ശൈത്താൻ ഏറ്റവും കൂടുതൽ കട്ടുകൊണ്ടോണ ഇബാദത്ത് ഹജ്ജാണെന്ന് പറയലുണ്ട്. കാരണം ഹജ്ജിന്റെ നിയ്യത്ത് ശരിയാക്കാൻ ഏകദേശം 3 മാസം ഉണ്ടാവും. എന്താ കാരണം? നിയ്യത്ത് ഏറ്റവും കൂടുതൽ ഫസാദാകുന്നത് ഹജ്ജിലായതുകൊണ്ടാണ് 3 മാസം തന്നത്. നോമ്പിന് 12 മണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പാണ്. നിസ്കാരത്തിന് അത്ര തന്നെ ഇല്ല, നിന്നതിൻ്റെ ശേഷം ശരിയാക്കിയാൽ മതി. എന്താ കാരണം? നിയ്യത്ത് കേടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ് എന്നുള്ളതാണ്. അപേക്ഷ കൊടുത്തത് കല്യാണ നിശ്ചയത്തിൽ നിന്ന് കണ്ടപ്പോൾ ആൾക്കാർ
ആചാര്യേന്ന് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വന്ന് പോയില്ലെങ്കിൽ എന്താപ്പം ഉണ്ടാകുക എന്ന് വിചാരിച്ച അപേക്ഷ കൊടുത്തതാണെങ്കിലും നറുക്കെടുപ്പിലൊക്കെ കിട്ടി പോകാനാവുമ്പോത്തിന് ഏതായാലും പഠിച്ചോനെ ഞാൻ പോവുകയാണ് റബ്ബേ, അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പോണതെന്ന് തീരുമാനം ഉണ്ടായാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി 3 മാസം. ഷാബാനെ ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ നാളെ മാസം കാണരുതേ, നാളെ മാസം കാണരുതേ, നാളെ മാസം കാണരുതേ എന്നാണ് വിചാരിച്ചിരുന്നത്. അസറസ്കാരൊക്കെ കഴിഞ്ഞേക്കിന് ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദേ മാസം കണ്ടോ? ഇയാൾ വിചാരം അസറിൻ്റെ ശേഷം മാസം കാണുമെന്ന് ചിലർ ചോദിക്കലുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ചിലർക്ക് നോൽമ്പ് വെക്കാനുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഉണ്ടായിരിക്കാം. എന്തായാലും മാസം കാണരുതേ, മാസം കാണരുതേ, മാസം കാണരുതേ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മാരിനമസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്കുന്നുണ്ട് പള്ളിക്കുന്ന അല്ലാഹുമ്മർഹംനീ പറ്റിച്ചല്ല റബ്ബേന്ന് തോന്നിയാലും 12 മണിക്കൂർ സുബ്ഹി വരെയുള്ള സമയം അതിൻ്റെ ഇടയിൽ നേരാക്കിയാൽ മതി. ഇപ്പം ഏതായാലും നോൽക്കുകയാണ് പഠിച്ചോനെ അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് തീരുമാനിച്ചാൽ മതി. ഇതേപോലെ വേഗത്തിൽ കേടറിന ഈ ഭാഗത്താണ് ഹജ്ജ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന ആളെടുത്ത് നിങ്ങളൊന്ന് ചെന്നിട്ട് 2 വർത്താനം പറഞ്ഞാൽ 3-ാമത്തെ വർത്താനം അബൂജഹലിന്റെ കക്കൂസിനെ പറ്റിയിട്ടേക്കാരം പറഞ്ഞാണ്ട് തുമ്പില്ലാതാക്കി തന്നെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് വലിയ ശൈത്താൻ ഇബ്ലീസ് പറയും അയിമൊന്നും അല്ലാതെ മെനക്കെടണ്ട, വേറെ എന്തേലും നാളെ കുറച്ചുകൂടി നല്ല എന്തേലും ചെയ്യുകൊണ്ട് പറയും. 2-ാമത്തെ മകനോട് ചോദിക്കും, ചെറുക്ക ഇജിന്ന് എവിടേക്കേ പോയിന്ന് ചോദിക്കും. അപ്പൊ 2-ാമത്തെ മകൻ പറയും, ഞാൻ ആ കൊളത്തൂരുള്ള സാലിം പൈസി എന്ന് പറഞ്ഞ ഒരാള് ഇന്നാ വെട്ടിച്ചിറ പള്ളിയിൽ ഞമ്മളെ പറ്റിയിട്ടായിരുന്നു മൂപ്പര വയറില്. മൂപ്പര ഞാൻ രാവിലെ തന്നെ ഒപ്പം കൂടിയിട്ട് സ്വീപ്പാക്കി എന്ന് പറയുമ്പോൾ ചെയ്ത്താൻ പറയത്തരേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഓനവിടെ പറഞ്ഞോട്ടെ നമ്മളെ പറ്റിയിട്ട്. കാരണം ചെയ്ത്താൻ്റെ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ലോകത്ത് ആർക്കും കുറ്റം പറഞ്ഞത് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസിന് മാത്രം കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ്. കുറ്റം ഇങ്ങനെ പറയുമ്പോൾ പറടാ എന്നെ പറ്റിയിട്ടല്ല, അങ്ങനെ പറയും, കുറച്ചുകൂടി മാറ്റർ വേണമെങ്കിൽ ഞാൻ തരാം കൂടിയും കൂട്ടി പറഞ്ഞോ എന്ന് പറയുന്നുള്ളതാണ്. 3-ാമത്തോനോട് ചോദിക്കും, ചെറുക്ക ഇജ്ജെന്ന് എവിടേക്കാ പോയിന്ന്. അപ്പൊ 3-ാമത്തോൻ പറയും, പാപ്പ ഞാൻ നല്ല നിലക്ക് ജീവിക്കണ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. രാവിലെ ഓലെടുത്താണ്ട് ചെന്നിട്ട് ഓലോട് ഇങ്ങനെ കുസുകുസു പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു 3ഉം പിരിച്ചിങ്ങാണ്ട് പെരേക്കാണ് കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ കസാലേന്ന് ഇവിടെ നീച്ചിട്ട് കയ്യൊടുത്തിട്ട് വാപ്പ പറയുന്നതാണ്, ബാപ്പാന്റെ മക്കളാവുമ്പോ അങ്ങനെ വേണമെന്ന്. ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കൊളന്തോണ്ടലാണ്. കുടുംബം കൊളന്തോണ്ടാൻ വേണ്ടി ശൈത്താൻ സജീവമായി പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല വല്ലിപ്പ മുതലാണ്. കുടുംബം പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല വല്ലിപ്പ മുതലാണ്. എന്തേ മാത്തുക്കളുടെ ഒക്കെ പേര് വല്ലിപ്പാരിലേക്ക് ചേർത്തത്? ഷാഫി ഇമാമിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ, ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി പിന്നാര വല്ലിപ്പേണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. മഹത്തുക്കളൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തിട്ടുണ്ട്. ബുഖാരി ഇമാമിന്റെ പേര് ബുഖാരി എന്നല്ലല്ലോ, മുഹമ്മദ് എന്നാണ്. വാപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ്. മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി എന്നാണ്. എന്തേ ഓലൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തത്? വല്ലിപ്പ മുതൽ പരിശ്രമം തുടങ്ങും ഒരു കുടുംബം കൊളന്തോങ്ങാൻ വേണ്ടി പിശാച് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾ നന്നാവാൻ വല്ലിപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്, വാപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കൾ നന്നായി തീരാന്നുള്ളത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കൃതമാവണമെങ്കിൽ നമ്മൾ ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ ആ പുതിയ തലമുറ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നാളത്തെ തലമുറ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും മെച്ചപ്പെട്ട വിഭാഗമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രീമാരിറ്റൽ കോഴ്സ്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പറയണ്ടായി, പ്രീമാരിറ്റൽ മാത്രം പോരാ, പോസ്റ്റ് മാരിറ്റൽ പിന്നീട് നടത്തണം. ഇത് വിജയകരമായി നടത്തട്ടെ. അങ്ങനെ എത്ര രക്ഷിതാക്കൾ അതിന് ആളെ പറഞ്ഞേക്കുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ കുട്ടികളിപ്പോൾ ഇതിനെന്തായാലും വരാൻ താല്പര്യപ്പെടില്ല. ഞാനൊരു കാര്യം കൂടി പറയാട്ടോ, കല്യാണം കഴിക്കേണ്ടത് ശരിക്കും പ്രേമിച്ചിട്ടല്ല. കാരണം എന്താ വെച്ചാൽ പ്രേമിച്ചാൽ പിന്നെ ഗുണം ദോഷമൊന്നും മനസ്സിലാവില്ല. സ്നേഹമുള്ളവന്റെ ഏത് പ്രവർത്തനവും സന്തോഷകരമായിട്ടേ തോന്നുള്ളൂ, ദുഃഖകരമായി തോന്നൂല.
ഒരു വിഷയത്തിന്റെ യാഥാസ്ഥിതി മനസ്സിലാവണമെങ്കിൽ മറ്റൊരാൾ കണ്ട് അന്വേഷിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം പോയി കാണുമ്പോഴേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഇന്നിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കണേന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് വിവാഹാലോചന നടത്തേണ്ടത് സ്വന്തമായിട്ടല്ല, ശരിക്ക് മാതാപിതാക്കളാണ്. അതുകൊണ്ട് കല്യാണം നടത്തേണ്ടത് പ്രേമിച്ചിട്ടല്ല. ഇന്നിപ്പോ രക്ഷിതാക്കളെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പ്രേമിക്കുന്ന ആളുകള് പ്രേമിക്കപ്പെടുന്ന പെൺകുട്ടികളോട് സുന്നത്ത് നോമ്പ് നോൽക്കാൻ വരെ ഉപദേശിക്കുന്ന കാലാണ് ഇപ്പൊ ഇന്ന്. ഹത്തം തീർക്കാൻ പറയാ, സലാത്തിൽ ദ്വാരക്കാൻ പറയാ, ഇതൊക്കെയാണ് പുതിയ പ്രേമത്തിന്റെ പരിപാടികൾ. അതുകൊണ്ട് പെൺകുട്ടി ഇപ്പൊ തഹജ്ജുദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഓനേറ്റ് പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുക്കാന്ന് വാപ്പാര് തീരുമാനിക്കരുത്. കാരണം പ്രണയവിവാഹം പരാജയപ്പെടും എന്നതിന് 99.55% ഉറപ്പാണ്. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രണയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ നിങ്ങൾ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു ചരിത്രമുള്ള ലൈല മജ്നുവിന്റെ ചരിത്രം. കൈസ് എന്ന് പറയുന്ന ഒരാൾ ലൈലയെ സ്നേഹിച്ചു. അങ്ങനെ അവസാനം ലൈല മരണപ്പെട്ടപ്പോൾ ഖബറുകൾ ചെന്ന് പൊട്ടിക്കരഞ്ഞു. അവിടെ വെച്ച് തൽക്ഷണം മരണപ്പെട്ടു, അവിടെ തന്നെ മറവ് ചെയ്തു എന്നാണ്. അള്ളാന്റെ ദുന്യാവിലെ എവിടെ തെരഞ്ഞാലും ഈ ലൈലാന്റെയും കൈസിന്റെയും ഖബർ കാണൂല. കാരണം ഈ ജീവിതത്തിന്റെ പശ്ചാത്തലം പറയുന്നത് അറബ് നാടാണ്, സൗദി അറേബ്യയാണ്. നമ്മൾ നെറ്റിലടിച്ചാൽ ഒരു ലൈലന്റെയും കൈസിന്റെയും ഖബർ കിട്ടും. അതിവിടെ ഹരിയാനയിലാണ്. വെറുതെ പേരിട്ടതാണ്. സത്യത്തിൽ ലൈല എന്ന് പേരായിട്ടും കൈസി എന്ന് പേരായിട്ടും ഒരാള് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതൊരു അറബി ക്ലാസിക്കൽ നോവലാണ്. എന്ന് പറഞ്ഞാല് അറബിക് ക്ലാസിക് നോവൽ പറഞ്ഞാലേ ചില ആൾക്കാർ പറയലുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ പള്ളിൻ്റെ അടുത്ത് ഒരു ഹൈദർമാങ്ങാക്ക് കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു മധുരമില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു പൊടിയില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ എനിക്കൊരു ലൈറ്റ് ചായ, അപ്പോൾ ഒരാൾ സ്ട്രോങ് ചായ എന്ന് പറയുമ്പോൾ ഹൈദർമാങ്ങാക്ക പറഞ്ഞു ഈ സെഞ്ചിൻ്റെ ഉള്ളിൽ കൂടി ഒരു ചായ വരും, അതാണ്ട് തരാം എന്ന് പറഞ്ഞു. ഇതെല്ലാവരും പറഞ്ഞൊരു കഥയാണ്. എല്ലാവരും അവനാൻ്റെ നാട്ടിലുണ്ടായി എന്നാണ് പറയാം. സത്യത്തിൽ ഇത് എവിടെ ഉണ്ടായത്? ഇത് എവിടെയും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ സംഗതി എവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും അവനാൻ്റെ നാട്ടിൽ ചേർത്ത് കണ്ട് അങ്ങനെ പറഞ്ഞൊരു കഥയാണ്. ഇങ്ങനെയുള്ള കഥകൾക്കാണ് ക്ലാസിക്കൽ നോവലുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ നോവലാണ് യഥാർത്ഥത്തിൽ ആ കഥ എന്ന് പറഞ്ഞത്. അതൊക്കെ വായിച്ചുകാണ്ടും കേട്ടുകാണ്ടും കുട്ടികൾക്ക് തോന്നാണ് ലൈലാന്റെയും കൈസിന്റെയും മാതിരി ആവണം എന്ന്. ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനത്തെ കഥകൾ വായിക്കുന്നു, കേൾക്കുന്നു, അതെല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആൺകുട്ടികൾക്കും വേണം, പെൺകുട്ടികൾക്കും വേണം. നമ്മളെ കുട്ടികൾ പരാജയപ്പെടുന്നത് നമ്മളല്ലാതെ വേറെ ആരാ നോക്കുക? അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടിയും പറയട്ടെ. ഈ പ്രണയവിവാഹങ്ങൾ നടക്കുന്നതിനൊരു കാരണമുണ്ട്. തുടക്കത്തിന് നമ്മളിങ്ങനെ പറയും കുറച്ചൊക്കെ ഇങ്ങോട്ട് യോജിച്ച് വരികയാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഓല മനസ്സ് പറയും അപ്പൊ കുറച്ചൊക്കെ യോജിപ്പില്ലാത്തതാണ് പ്രശ്നമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. അതായത് നമ്മൾ പറയും കുടുംബം കൊണ്ടൊക്കെ ആണെങ്കിലൊക്കെയാണ് നടത്തായിരുന്നു എന്ന് പറയുമ്പോ കുട്ടികളെ മനസ്സെന്താ പറയാ, കുടുംബം കൊണ്ടൊക്കാത്തതാണ് അപ്പൊ കുഴപ്പം, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ, അതെനിക്ക് കുഴപ്പമില്ല, എന്നാ പിന്നെ നടത്തിക്കാളി എന്ന് പറയും. പിന്നെന്താ പറയേണ്ടത്? ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് നടത്തി തരൂല എന്ന് ഏതെങ്കിലും ഒരു വാപ്പ പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ നിൽക്കുക പരിപാടി. നമ്മളത് പറയാൻ തയ്യാറില്ലാത്തതാണ് പ്രശ്നമായത്. എന്താ അങ്ങനെ പറയേണ്ട ആവശ്യം? പ്രണയവിവാഹം പരാജയപ്പെടും. പ്രണയവിവാഹം ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇനിയിപ്പോൾ കെട്ടിയവരെന്താ കാട്ടുകയെന്ന്. അതിൻ്റെ മറുപടി അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നുള്ളതാണ് മറുപടി. എല്ലാം ചോദ്യം പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റിയതല്ലല്ലോ. അപ്പം അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ആ ചോദ്യം എന്നതാണ് അതിൻ്റെ മറുപടി. അപ്പം ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ പുതിയ തലമുറ വൈവാഹിക ജീവിതത്തിൻ്റെ അന്തസ്സത്ത എന്താണ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വായനകൾ, കേൾവികൾ, സീരിയലുകൾ, അഭിനയങ്ങൾ, സിനിമകൾ, പാട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. കോടാനക്കോടി മനുഷ്യന്മാർ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു പോയിട്ടുണ്ട്.
കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2% വരുന്ന അസ്വസ്ഥതകളെ പർവ്വതീകരിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണെന്നാണ് പഠിപ്പിക്കണത്. സത്യത്തിൽ പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായതല്ല. സമ്പത്ത് കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, സാംസ്കാരികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്, സൗകര്യങ്ങളെ കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ തലമുറ കഞ്ഞിയിൽ വറ്റ് തെരഞ്ഞിരുന്നവരാണ്. ഞമ്മക്കൊന്നും ആർക്കും ചോറിന് ബുദ്ധിമുട്ടില്ലാത്തവരാണ്. അതിൻ്റെ മാറ്റം എല്ലാത്തിലും ഉണ്ടാവും. അത് കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ കുടുംബജീവിതം ഇല്ലാത്തതുകൊണ്ട് മാറിയതോ പണ്ട് കുടുംബജീവിതം ഉണ്ടായതുകൊണ്ട് അടങ്ങാറായതോ അല്ല. അപ്പൊ പഴയകാലത്ത് അങ്ങനെയായിരുന്നു, പുതിയ കാലത്ത് ഇങ്ങനെയാണ്. അതിനാൽ ആ പഴയ കാലം ആവർത്തിക്കാൻ പാടില്ല. പഴയതെല്ലാം കുടുംബബന്ധം കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് കുടുംബം അനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഫിലോസഫികൾ ഓതി 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 കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കോഴ്സിൽ കീശയിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ നമ്മളും ചേർത്ത് കൊണ്ടിരിക്കുന്ന കാലത്ത് ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് കഴിവുള്ള ആളുകളെ കൊടുന്ന് ക്ലാസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇബാദത്തുകളോട്, ഇസ്ലാമിക കാഴ്ചപ്പാടുകളോട്, മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിക വിശ്വാസങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാമും സ്ത്രീകളും. പറഞ്ഞു കേട്ടാൽ തോന്നും ഇസ്ലാമിലെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്ക് പ്രത്യേക നിയമമാണ് എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അനന്തരാവകാശമൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും അവകാശം ലഭിക്കുന്ന 40-ൽ അധികം സ്ഥലങ്ങൾ ഇസ്ലാമിക ദായക്രമത്തിലുണ്ട്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ 40-ലധികം സ്ഥലങ്ങളിൽ 3 കോടി മസ്അലകളാണ് ഇസ്ലാമിലെ അനന്തരാവകാശത്തിന്റെ മസ്അല എന്ന് പറയുന്നത്. 1-2 കാര്യമല്ല. അത് നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ അനന്തരാവകാശ നിയമങ്ങളുടെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. 3 കോടിയിലധികം ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. 1-2 കാര്യമല്ല. അതിൽ സ്ത്രീയും പുരുഷനും സ്വത്ത് ഭാഗിച്ചെടുക്കുന്ന 40-ലധികം സ്ഥലങ്ങൾ വരും. അതിൽ ഒരു സ്ഥലത്ത് പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്കുള്ളത്. ഇതാണ് ഇപ്പൊ ഈ വലുതാക്കിയ സാധനം. ഇത് ഇങ്ങനെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതെന്തേ? അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് എന്നതാണ്. ആ കാരണം കൃത്യമായി കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ഇസ്ലാമിലെ എല്ലാ നിയമത്തിലും സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നുമില്ല. അപൂർവമായ ചില വിഷയങ്ങൾ, ശരീഅത്തിന്റെ അഹ്കാമുകൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞ വിഷയങ്ങളിൽ, ജിനായാത്തുകൾ, ഇടപാടുകൾ പരിശോധിച്ചാൽ അതിൽ തന്നെ പലതും നിരുപാധികം നിരോധിക്കപ്പെട്ടിട്ടില്ല. ചിലത് ഉപാധികളോടുകൂടെയാണ് നിരോധിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നടക്കണം. പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമാണ്, സംഘടിപ്പിക്കാനാണ് മാനേജിംഗ് കമ്മിറ്റി കഴിയുക, കമ്മിറ്റിക്കാർക്ക് കഴിയുക. നിങ്ങളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നതിൻ്റെ പേരിലാണ് അവർ ഇന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പരിധിവരെ ബോധ്യപ്പെടുന്ന തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, അത് വീട്ടിലെ സ്ത്രീകളെയും കേൾപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നിർബന്ധപൂർവം കുട്ടികളെ പോയേ പറ്റുള്ളൂ എന്ന് വാശി പിടിച്ചിട്ട് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞേക്കണം, പഠിപ്പിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു അബദ്ധമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പ്രീ മാരിറ്റൽ കോഴ്സിന് ഒരു ഏജ് നിശ്ചയിക്കും. ഉദാഹരണം, സാധാരണഗതിയിൽ 8ാം ക്ലാസ് മുതൽ വിവാഹം വരെ എന്നാണ് നിശ്ചയിക്കുക. അപ്പൊ ചില വാപ്പാർക്ക് തോന്നും എൻ്റെ 3ാം ക്ലാസ്സിലെ കുട്ടി പിന്നെ പഠിക്കണ കുട്ടി ഒന്നാണ് പോയിട്ട് ഓളൊന്നാണ് പഠിച്ചോട്ടെ എന്ന്. ഒരു കാര്യം അതുകൊണ്ടില്ല കേട്ടോ. കാര്യത്തല്ല. എന്താ വെച്ചാല് എല്ലാ വിഷയവും എല്ലാവർക്കും ബോധ്യപ്പെടുന്നതല്ല. ഇപ്പൊ വൈവാഹിക ജീവിതം 3ാം ക്ലാസ്സിലെ കുട്ടിനോട് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ആ കുട്ടി ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കാന്നല്ലാതെ. അതുകൊണ്ട് 8ാം ക്ലാസ് മുതൽ വിവാഹപ്രായം എന്ന് പറഞ്ഞാല് ആ പ്രായത്തിലുള്ളവർക്ക് മാത്രമേ അത് ഉപകാരം ചെയ്യുള്ളൂ, അല്ലാത്തവർക്ക് അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിയമം നിർബന്ധമായും പാലിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ ഈ പ്രസംഗിക്കണതിന്റെ ഒരു സ്വാതന്ത്ര്യം എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ടാണ്. ഞാനിപ്പം ഈ പ്രസംഗിക്കുന്ന ഈ പ്രസംഗത്തിന്റെ സ്വാതന്ത്ര്യം, ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ഇവിടെ കുട്ടികളില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ സാന്നിധ്യത്തിലാണെങ്കിൽ ഇത്ര ഓപ്പൺ ആയിട്ട് നമുക്കിത് പ്രസംഗിക്കാൻ കഴിയൂല. ഇതേ പ്രശ്നം നമ്മളൊരു പ്രത്യേക ഏജ് ഗ്രൂപ്പിനെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിലൊരു 4 ചെറുത് വെട്ടാൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഉണ്ടാവും. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആൾക്കാർക്ക് ഒന്നിച്ച് ക്ലാസ് എടുക്കാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട ഏജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ അഭിപ്രായത്തിൽ കമ്മിറ്റി എങ്ങനെ നിശ്ചയിച്ചതെന്ന് അറിയില്ല. നല്ലത്
ഒന്നുകിൽ 10ാം ക്ലാസ് മുതൽ വിവാഹം വരെ, അല്ലെങ്കിൽ പരമാവധി താഴത്തേക്ക് പോന്നാൽ 8ാം ക്ലാസ് മുതൽ വിവാഹം കഴിയുന്നത് വരെയുള്ള കുട്ടികൾക്ക് പ്രീ മാരിറ്റലും, വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടി ഉള്ളത് വരെയുള്ളവർക്ക് പോസ്റ്റ് മാരിറ്റൽ കോഴ്സുകളും നടത്തലാണ് ഏറ്റവും നല്ലത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഏതായാലും ഹൈറായ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണം. മഹല്ല് കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ മലായി സ്വീകരിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ അല്ലാഹു ചേർക്കട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന സാലിഹായ അമലായി നമ്മളിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇരുലോക വിജയികളിൽ ചേർത്ത് അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടങ്ങളൊക്കെ വീട്ടി അല്ലാഹു നമ്മളെ സലാമത്താക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ആണും പെണ്ണുമായ നമ്മുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജുമാന്റെ ശേഷമുള്ള സുന്നത്ത് മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.